നല്ല സിനിമയായിരുന്നു. നന്നായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. ഹ്യൂമർ പടം, നല്ല കണ്ടോണ്ടിരിക്കുമ്പോൾ നല്ല ടൈം പാസ് ഉണ്ട്. നല്ല പടമാണ്. നമുക്ക് ടൈം പാസ്സാണ്, ചർച്ച ചെയ്യാൻ പറ്റിയ ചർച്ച ചെയ്യാൻ പറ്റും. ഈ കാലത്ത് എല്ലാവരും ഭയങ്കര ബിസിയാണല്ലോ, കുടുംബമൊന്നും നോക്കാനും ഒന്നും സമയമില്ല. തലമുറ കാണണം. നല്ല പടമാണ്, ചിരിക്കാനുള്ള പടമാണ്. പെർഫോമൻസ് കാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്. കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഓരോ ഇടയ്ക്ക് വരുന്ന തഗ്ഗുകളാണ്. ഒന്നിനൊന്നും കൗണ്ടർ തഗ്ഗുകളൊക്കെയാണ് ഉള്ളത്. എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടും. ഇന്ദ്രൻസേന വെറൈറ്റി, അത് വെറൈറ്റി ആണല്ലോ, അത് പറയാനില്ല. ലെജൻഡറി. ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാ ആളുകളും. ആരും ഒന്ന് പുതിയതായിട്ട് തോന്നുന്നില്ല. പിന്നെ പലരുടെയും ഫേസ് നമുക്കൊക്കെ രജിസ്റ്റർ ആയിട്ടുള്ള ഫേസാണ്. അതുകൊണ്ട് എന്തായാലും ഉത്സവിനും ഫഹദിനൊക്കെ അനുമോദനങ്ങൾ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്ത പടമാണ്, അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. നല്ല മൂവിയാണ്, നല്ല മൂവി. സിനിമ അടിപൊളിയാണ്. സ്ക്രീനിൽ കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി. അപ്പൊ ഞാനിതിൽ നീരവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ഫാമിലി എന്റർടൈനർ ആണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല അഭിപ്രായമാണ്. പടം ഞാനും ഇപ്പോഴാണ് ഫൈനലായിട്ട് കണ്ടത്. ഡബിൽ കണ്ടതാണ്, അതിന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവരുടെയൊക്കെ ജഗദീശ്വരൻ്റെ ഇന്ദ്രൻസറിൻ്റെ കൂടെ ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റും. അവരുടെയൊക്കെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് അർജുൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. എന്തുകൊണ്ടും ആദ്യാവസാനം നല്ല രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു കുടുംബ ചിത്രമാണ് പരിവാർ. നമ്മളെ ഒരു 90s വൈബ് മൂവീസൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഒരു നൊസ്റ്റാൾജി എത്തിയത്. അപ്പോൾ ഒരു നല്ലൊരു എൻ്റർടൈനറാണ്. നമുക്ക് നർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമയ്ക്ക് പിന്നിപ്പാർസാകുന്ന മ്യൂസിക്കാണ്. ഒരു 5 പാട്ടുകൾ സിനിമയിലെല്ലാം നല്ല പാട്ടുകളാണ്. അപ്പോൾ ഈ വരുന്നവരുടെ ഒരു ഹാപ്പിനെസ് കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും പടം ആസ്വദിച്ചിട്ടുണ്ട്. ലുക്കിംഗ് ഫോർവേഡ് ടു റെസ്പോൺസ് പറയാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും സോ മച്ച് എക്സൈറ്റഡ് ആണ്. ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ തന്നെ വന്നിട്ട് പടം കാണാൻ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ചിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനും. നമ്മുടെ ഫാമിലിയിൽ മിക്ക ആൾക്കാരുടെയും ഫാമിലിയിൽ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില റിയലൈസേഷൻസ് ഒക്കെ ഇപ്പോൾ മീഡിയാസ് തന്നെ പറയുന്നത് സിനിമ വയലൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ചില നന്മകളും സിനിമയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫാമിലിയിലേക്ക് ഒരു റിയലൈസേഷൻ വരുന്നുണ്ട്, ബന്ധങ്ങളുടെ മൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ എന്തായാലും പടം തിയേറ്ററിൽ വന്ന് തന്നെ കാണാം, സപ്പോർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ നിഷ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. കണ്ടവരെ അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു. സ്ക്രീനിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഫുള്ളായിട്ട് എങ്ങനെയുണ്ട് എല്ലാവരുടെയും റെസ്പോൺസ്? ആ സ്ക്രീനിൽ ഫുള്ളായിട്ട് പോകുന്നത് തിങ്കളാഴ്ച നിശ്ചയത്തിലാണ്. അപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ പോലെ തന്നെ ഇതിലും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. ഇതിപ്പോൾ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി സ്ത്രീകളൊക്കെ നല്ല വളരെ കാമാൻ ക്വയറ്റായിട്ട് ഇരിക്കുമ്പോൾ എല്ലാത്തിലും മടിയെടുത്ത് തലയടിച്ച് പൊളിക്കടാന്നൊക്കെ പറഞ്ഞ കുറച്ച് രീതിയിൽ അങ്ങനെ പെരുമാറുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു പെർഫോമൻസിനെ കുറിച്ചിട്ട്.